ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത് ഓൾവേസ് ബിഗ് അച്ചീവ്മെൻറ്റ്സിലായിരിക്കില്ല. സംടൈംസ് അത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സിമ്പിൾ ഈവനിങ്സിലായിരിക്കും. ഇന്നലെ മിതുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനൊരു സ്മോൾ സർപ്രൈസ് പ്ലാൻ ചെയ്ത്. ഫസ്റ്റ് ഞാനും കുട്ടാപ്പിയും പോയി ഒരു ഷർട്ട് വാങ്ങാൻ. ആ വയസ്സിൻ്റെ ആവും അവൾക്ക് സീക്രട്ട് കീപ്പ് ചെയ്യാൻ ഭയങ്കര സ്ട്രഗിളാണ്. വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും വീട്ടിലെത്തിയപ്പോഴൊക്കെ അവൾ ഓൾമോസ്റ്റ് പറയാൻ പോയി മിതുവിൻ്റെ അടുത്ത്. ഈവനിങ് ആയപ്പോൾ നമ്മൾ ഷർട്ട് കൊടുത്തു. പിന്നെ 3 പേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു മിതുവായിട്ട് ഓൾറെഡി മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം പറയുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനാണോ പോകുന്നതെന്ന്. സർപ്രൈസ് ആയിട്ടൊന്നുമല്ല, എന്നാലും ഒരു രസമല്ലേ ഇങ്ങനെ പറയാതെ പോകുന്നത്. നമ്മൾ ഹോട്ടലെത്തിയപ്പോൾ അവളാണെങ്കിൽ സ്ട്രെയിറ്റ് ഡൈനിങ് ഏരിയയിലേക്ക് ഓടി. ഇനി അമ്മ ഇന്നുവിന് സർപ്രൈസ് പ്ലാൻ ചെയ്യുമ്പോൾ കൂട്ടുന്ന പരിപാടിയില്ല അങ്ങനെ പറഞ്ഞ് ദേഷ്യം വന്ന്. പിന്നെ അത് മുഖം കണ്ടാൽ മനസ്സിലായി. ഒരു പീക്കിരി കൊച്ചുണ്ടാപ്രി കേക്കും കട്ട് ചെയ്ത് മിതുവേട്ടൻ്റെ ബർത്ത്ഡേ. പിന്നെ ഒരു പീസ്ഫുൾ ഡിന്നർ. മിതുവേട്ടന് ഫേവറേറ്റ് ആയതുകൊണ്ട് റിവറൈൻ സ്കോച്ച് ഫില്ലറ്റ് ഓർഡർ ചെയ്തു. എന്താ വെച്ചാൽ ബീഫ്, സിമ്പിൾ ബീഫ് പുള്ളിക്കാരന് ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യില്ല, ഞാൻ കഴിക്കലില്ല. അപ്പോൾ എനിക്ക് തോന്നി ഫേവറേറ്റല്ലേ നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. ഞാനൊരു മലേഷ്യൻ ലെഗ്സ എന്താണെന്നൊന്നും അറിയില്ല, മെനുവിൽ കണ്ടു ഓർഡർ ചെയ്തു. കുട്ടാപ്പിക്കൊരു ഗ്രിൽഡ് ചിക്കൻ വിത്ത് മഷ്റൂം. പക്ഷേ മാഡം മോസ്റ്റ്ലി വെയിറ്റഡ് ഫോർ കേക്ക് ആൻഡ് ഐസ്ക്രീം. Honestly, moments like this make me realize happiness sometimes looks exactly like this. Good food, small surprises, and your favorite people around the same table.